ഹലോ, അപർണ ഹിയർ. SCRT സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ് മുഴുവനായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുന്നവരിലേക്ക് ഇത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുന്നതും കൂടെ ഒന്ന് പരിഗണിക്കുക. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ബ്രിട്ടീഷുകാർ കീഴടക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടു അല്ലെ? ഏതൊക്കെയായിരുന്നു? പ്ലാസി ബക്സാർ കലാപങ്ങളിലൂടെ ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ കൈകളിലായി. അതുപോലെ മദ്രാസ് തുറമുഖം പകുതി ചുങ്കം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ദമർല വെങ്കിടാദ്രി നായക ബ്രിട്ടീഷുകാർക്ക് നൽകി. അതുപോലെ നമ്മുടെ കാതറിൻ, പോർച്ചുഗീസ് രാജ്ഞിയായിട്ടുള്ള കാതറിനെ വിവാഹം ചെയ്തതോടെ ചാൾസ് രണ്ടാമന് ഉപഹാരമായിട്ട് കിട്ടിയതാണ് ബോംബെ. സുധനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾ ചേർത്തുകൊണ്ട് ബ്രിട്ടീഷുകാർ പണിത ഒരു കോട്ടയാണ് വില്യം കോട്ട. അത് പിന്നീട് പട്ടണമായി മാറുകയും കൽക്കട്ട എന്നറിയപ്പെടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അതും ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. ടിപ്പുവിനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മറാത്ത പ്രദേശങ്ങൾ ബ്രിട്ടീഷ് അധീനതയിലായി. അതുപോലെ ആംഗ്ലോ സിഖ് യുദ്ധത്തിലൂടെ സിഖുകാർ പരാജയപ്പെട്ടതോടെ പഞ്ചാബ് പ്രദേശങ്ങളും ആരുടെ കയ്യിലായി? ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. അപ്പൊ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ട്. അപ്പൊ ഇവിടെ നിന്നും പരമാവധി സമ്പത്ത് കൈക്കലാക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനായിട്ട് അവർ സ്വീകരിച്ച മാർഗങ്ങളായിരുന്നു കച്ചവടവും അതുപോലെ നികുതി പിരിവ്, യുദ്ധങ്ങള് ഒക്കെ. അപ്പൊ അതില് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ഭാഗമാണ്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ നോക്കിയാലോ? ഒന്നാമത്തത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. 1793 കോൺവാലീസ് പ്രഭു നടപ്പിലാക്കിയ ഒരു നികുതി നയമാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. ഇത് നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ബംഗാൾ, ബീഹാർ, ഒറീസയാണ്. ബംഗാൾ, ബീഹാർ, ഒറീസ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇവിടെ അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഭൂ ഉടമകളായിരുന്ന സെമീന്ദാർമാരാണ് ഭൂ ഉടമകൾ. അവര് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. പിന്നെയോ, വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായിട്ടും നികുതിയായിട്ട് നൽകണമായിരുന്നു. ഓക്കെ അല്ലേ? ഇത് കർഷകരിലേക്കുള്ള ഒരു ചൂഷണമാണ്. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഒന്നും പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായിട്ടും നികുതിയായിട്ട് കൊടുക്കണമായിരുന്നു. ഇവിടെ നികുതി പിരിച്ചത് ആരാണ്? സെമീന്ദാർമാരാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇനി അടുത്തതാണ് റയത്വാരി. റയത്വാരി സമ്പ്രദായത്തില് 1820 അത് നടക്കുന്നത്. റയത്വാരി സിസ്റ്റം അത് നടപ്പിലാക്കിയത് തോമസ് മൺറോയും അലക്സാണ്ടർ റീഡുമാണ്. തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ്. ദക്ഷിണേന്ത്യയിലെ ഡക്കാൻ പ്രദേശങ്ങളിലൊക്കെയാണ് റയത്വാരി സമ്പ്രദായം ഉണ്ടായിരുന്നത്. കർഷകരെ ഭൂവുടമകളായി പരിഗണിച്ചു. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. പിന്നെയോ, നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അടുത്തതാണ് മഹൽവാരി സമ്പ്രദായം. 1822 മഹൽവാരി സിസ്റ്റം വരുന്നത്. ഹോൾട്ട് മെക്കൻസി ആണ് അത് നടപ്പിലാക്കിയത്. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മഹൽവാരി സമ്പ്രദായം ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കിയിട്ടാണ് നികുതി പിരിച്ചത്. ഒരു ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കി. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഇവിടെ നോക്കിയേ, റയത്വാരി സമ്പ്രദായം എന്ന് പറയുമ്പോൾ കൈയിട്ട് വാരി എന്ന് ആലോചിക്കുക. അതായത് അവിടെ കർഷകരെയാണ് ഭൂ ഉടമകളായിട്ട് അങ്ങോട്ട് പരിഗണിക്കുന്നത്. എന്നിട്ട് ഏതെങ്കിലും കർഷകര് നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അവരുടെ ഭൂമി ബ്രിട്ടീഷുകാർ അങ്ങോട്ട് പിടിച്ചെടുത്തു. കൈയിട്ട് വാരി. ഓക്കെ, അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഇടനിലക്കാരായിട്ട് സെമീന്ദാർമാരൊന്നുമില്ല. ഇനി മഹൽവാരിയിലാണെങ്കിലോ മഹത്തായ ഒരു വാരലാണ്, ഒന്നിച്ചുള്ള വാരലാണ് മഹൽവാരി സമ്പ്രദായം എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രാമത്തെ മുഴുവനായിട്ട് ഒരു യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്നിട്ടാണ് നികുതി പിരിച്ചത്. അപ്പൊ നികുതിയിൽ നിന്ന് വീഴ്ച വരുത്തുന്ന ആ ഗ്രാമത്തെ മുഴുവനായും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതയിൽ പ്രധാനപ്പെട്ടത് എന്താണ്? ഉയർന്ന നികുതി നിരക്കാണ്. ഉയർന്ന നികുതി നിരക്ക്.
കൃത്യമായിട്ട് നികുതി നൽകിയില്ലെങ്കിൽ അത് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയൊക്കെയാണ് ചെയ്തത്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായത്തിന്റെ ഫലമായി കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പണമിടപാടുകാരിൽ നിന്ന്, മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങാൻ കർഷകർ നിർബന്ധിതരായി. തന്മൂലം കർഷകർ കടക്കെണിയിലായി. എന്താ ഇവിടെ സംഭവിച്ചത്? അതായത് ഈ കർഷകർക്ക് ഈ പണം കൃത്യമായിട്ട് നികുതി അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും. അപ്പൊ അവർക്ക് ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പണം കടം കൊടുക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് കർഷകര് പണം കടം വാങ്ങി. എന്നാൽ ഈ പണം തിരിച്ചു കൊടുക്കാൻ അവരെ കൊണ്ട് സാധിക്കാതെ വരികയും കർഷകരുടെ ഭൂമി പണമിടപാടുകാരുടെ കയ്യിൽ ചെന്ന് പെടാൻ ഇടയാവുകയും ചെയ്തു. ഓക്കെ അല്ലേ? ഇനി ബ്രിട്ടീഷുകാരുടെ പുതിയ നിയമവ്യവസ്ഥയും ഭൂനികുതി സമ്പ്രദായങ്ങളും പണമിടപാടുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. ഭക്ഷ്യവിളകൾക്ക് പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായിട്ടുള്ള നീലം, പരുത്തി തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു. നാണ്യവിളകളുടെ വ്യാപനം ഭക്ഷ്യവിളകൾ കുറയുന്നതിനും ഭക്ഷ്യക്ഷാമത്തിനും കാരണമാവുകയും ചെയ്തു. കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വന്ന വാണിജ്യവൽക്കരണം കർഷകരെ ചൂഷണം ചെയ്യാൻ പണമിടപാടുകാരെ സഹായിച്ചു. വിളവെടുത്ത് കഴിഞ്ഞാൽ കർഷകർക്ക് കിട്ടുന്ന വിലയ്ക്ക് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കേണ്ടതായിട്ടും വന്നു. പിന്നെയോ ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ കർഷകരെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചത് എന്ന് നോക്കിയാലോ? ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. വെള്ളപ്പൊക്കമോ വരൾച്ചയോ മൂലം കൃഷിനാശം സംഭവിച്ചാലും നികുതി ഇളവൊന്നും കൊടുത്തിരുന്നില്ല. കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടതായി വന്നു. കടക്കെണിയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. കർഷകരെ പോലെ കൈത്തൊഴിൽ ചെയ്യുന്ന ആൾക്കാരും ബ്രിട്ടീഷ് നയങ്ങൾ ദുരിതത്തിലാക്കി. അവരെയും ബ്രിട്ടീഷ് നയങ്ങൾ സാരമായി ബാധിച്ചു. ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു. അവയുമായിട്ടുള്ള മത്സരം മൂലം കൈത്തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുടെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ, മൺപാത്രം, തുകൽ, ഭക്ഷ്യ എണ്ണ തുടങ്ങിയവയുടെ വിപണി നഷ്ടപ്പെട്ടു. ഇത് കരകൗശല തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന് കാരണമായി. പലരും തങ്ങളുടെ പരമ്പരാഗത കൈത്തൊഴിലുകൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി. അപ്പൊ യന്ത്രം കൊണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ ഒരു ഇറക്കുമതി ഇന്ത്യയിലേക്ക് വല്ലാതെ വന്നു. ഇന്ത്യയെ ഒരു കമ്പോളമായിട്ട് ആര് കണ്ടു? ബ്രിട്ടീഷുകാര് കണ്ടു. അപ്പൊ ഇത്തരത്തിലുള്ള ചൂഷണത്തിനെതിരെ പോരാട്ടങ്ങൾ ആരംഭിച്ചു. എന്തൊക്കെയാണ്? ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ജനങ്ങൾ അവർക്കെതിരെ കലാപങ്ങൾ ആരംഭിച്ചു. അപ്പൊ അത്തരത്തിലുള്ള ചില കലാപങ്ങളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ബംഗാളിലെ ഒരു അവസ്ഥ എന്തായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന അവസ്ഥ എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. സന്യാസിമാരും പോരാളികൾ ആയപ്പോൾ 1773 ഒരു വേനൽക്കാലം, അമേരിക്കൻ വാറൊക്കെ നടക്കുന്ന ഒരു സമയമാണ് അല്ലെ. 1773 ഒരു വേനൽക്കാലം ബംഗാളിലെ പദച്ചിഹ്നം എന്ന ഗ്രാമം. മഴ പെയ്തപ്പോൾ ജനങ്ങൾ ആശ്വസിച്ചു, ആഹ്ലാദിച്ചു. പക്ഷേ മഴ പെട്ടെന്ന് നിലച്ചു. വിള ഉണങ്ങിപ്പോയി. നാട്ടിൽ ക്ഷാമം പടർന്നു പിടിച്ചു. സർക്കാർ നികുതി പിരിവ് നിർത്തിയില്ല. നികുതി കുടിശ്ശികയടക്കം കർശനമായിട്ട് പിരിക്കാൻ അവർ ഓടി നടന്നു. ബംഗാൾ ദയനീയമായ അവസ്ഥയിലായി. ജനങ്ങൾ കഷ്ടപ്പെട്ടു. കന്നുകാലികളെ വിറ്റു. കൃഷിപ്പണിക്കുള്ള ആയുധങ്ങൾ വിറ്റു. വിത്ത് പോലും കൊടുക്കേണ്ടി വന്നു. വീട്ടിലെ പണ്ടങ്ങളും പാത്രങ്ങളും വിറ്റു. ചിലർക്ക് വീടിന്റെ വാതിൽ പോലും പൊളിച്ചു വിൽക്കേണ്ടതായിട്ട് വന്നു. മനുഷ്യർക്ക് വിലയില്ലല്ലോ, അതുകൊണ്ട് മനുഷ്യരെ വിൽക്കാൻ സാധിച്ചില്ല. ഗ്രാമീണർ പുല്ലുകളും ഇലകളും കിഴങ്ങുകളും പറിച്ചെടുത്ത് തിന്നുകയായി. എലികളെയും പൂച്ചകളെയും നായ്ക്കളെയും കൊന്നു തിന്ന് വിശപ്പടക്കി. രോഗങ്ങൾ പടർന്നു പിടിച്ചു. പനിയും പ്ലേഗും വസൂരിയും കാറ്റുപോലെ പരന്നു. രോഗികളെ ശുശ്രൂഷിക്കാനോ ശവങ്ങൾ മറവ് ചെയ്യാനോ ആളില്ലാതായി. വീടുകളിൽ ശവശരീരങ്ങൾ അനാഥമായി കിടന്ന് ചീഞ്ഞു നാറി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന ബംഗാളി ഭാഷയിൽ എഴുതിയ നോവലിലെ ഒരു ഭാഗമാണ് നമ്മളിപ്പോ വായിച്ചത്. ആനന്ദമഠം എന്ന നോവലിൽ അതിലെ അന്നത്തെ കാലത്ത് ബംഗാളിലെ ജനങ്ങളുടെ ദുരിതത്തെ കുറിച്ചാണ് അതില് കാണിക്കുന്നത് അല്ലെ.
അപ്പോ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ഒരു നോവലാണ് ഏത് ആനന്ദമഠം എന്ന് പറയുന്നത്. അത് ഏത് ഭാഷയിലാണ് എഴുതിയത്? ബംഗാളി ഭാഷയിലാണ് എഴുതിയത്. അത് നമുക്ക് 10th പ്രിലിംസിന് ചോദിക്കാറുണ്ട്. എന്ത്? 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. അപ്പൊ വന്ദേ മാതരം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ദേശീയ ഗീതമാണ് അല്ലേ വന്ദേ മാതരം. ഈ വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ്. ഈ നോവൽ ബംഗാളി ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് 1882. ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായിട്ടാണ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിച്ചിട്ടുള്ളത്. ഓക്കെ. ഇനി ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല. അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കർഷക കലാപത്തിന് സന്യാസിമാരുടെയും പിന്തുണയുണ്ടായിരുന്നു. അതിനാൽ ഇവ സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെട്ടു. സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അണിചേർന്നു. അതുകൊണ്ട് ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്നും വിളിക്കുന്നു. ഭവാനി പതക്, മജ്നു ഷാ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ഭവാനി പതക്കും മജ്നു ഷായും. ഇനി കൃഷിയിൽ നിന്ന് കലാപത്തിലേക്ക് എങ്ങനെ നമ്മുടെ ദേശീയരായിട്ടുള്ള ആൾക്കാർ എത്തപ്പെട്ടു? നാട്ടിലുള്ള ബംഗാളിലുണ്ടായിരുന്ന കർഷകർ എങ്ങനെയാണ് കലാപത്തിലേക്ക് എത്തിയത് എന്ന് നമുക്ക് നോക്കിയാലോ? ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം 1859. നോക്കിയേ, ബംഗാളിലെ നീലം കർഷക കലാപം എന്നാണ് നടന്നത്? 1859 ഇതിന് കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? ഒന്ന്, ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ, ഇൻഡിഗോ പ്ലാന്റേഴ്സ്, ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായിട്ടുള്ള അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാര് നൽകിയത്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിച്ചു. കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞു. ഇത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. മറ്റ് വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് നീലം കർഷക കലാപം ഉണ്ടായത്. ദിഗംബർ ബിശ്വാസിന്റെയും വിഷ്ണു ബിശ്വാസിന്റെയും നേതൃത്വത്തിലായിരുന്നു നീലം കലാപത്തിന് തുടക്കം കുറിച്ചത്. ദിഗംബർ ബിശ്വാസിന്റെയും വിഷ്ണു ബിശ്വാസിന്റെയും നേതൃത്വത്തിൽ ബംഗാളിലുടനീളം കലാപം പടർന്നു പിടിച്ചതോടെ കർഷകർ നീലം കൃഷി ഉപേക്ഷിച്ചു. തുടർന്ന് നീലം ഫാക്ടറികൾ ആക്രമിച്ചു. കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായപ്പോൾ തോട്ടക്കാർ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്തു. ഈ നീലം കർഷകരുടെ കലാപത്തെ ആസ്പദമാക്കി ദീനബന്ധു മിത്ര രചിച്ച നാടകമാണിത്, നീൽ ദർപ്പൺ. 1860 ദീനബന്ധു മിത്ര നീൽ ദർപ്പൺ എന്ന നാടകം രചിക്കുന്നത്. അപ്പൊ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകമാണിത്, നീൽ ദർപ്പൺ. അപ്പൊ ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമുക്ക് സാന്താൾ കലാപമാണ് നോക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയില് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഇന്ന് ഇത്രയും നമ്മൾ നോക്കിയ കാര്യങ്ങൾ എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം ഹോട്ട് ടോപ്പിക് ആണ്, എല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്